പോരാട്ടത്തിന്റെ തീഷ്ണമായ ഇടവഴികളിലെ ഏറ്റവും വലിയ പങ്കാളിത്തം നിങ്ങളാണ് വഹിക്കേണ്ടത്. അല്ലയോ യുവതികളെ, യുവത്വം ഇന്നത്തതാണ്, നാളെ നിങ്ങൾ കിഴവികളാണ്. കൗമാരം ഇന്നത്തതാണ്, നാളെ നിങ്ങൾ വാർദ്ധക്യത്തിന്റെ ആളുകളാണ്. ഇവിടെയൊന്നും നിലനിൽക്കുന്നില്ല. പ്രഭാതം പ്രദോഷത്തിന്റെ തുടക്കമാണ്. ബാല്യം യൗവനത്തിന്റെ ആമുഖമാണ്. യൗവനം വാർദ്ധക്യത്തിന്റെ തുടക്കമാണ്. ഇവിടെയെല്ലാം ഒരു സൈക്ലിക് ഓർഡറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൗതികമായ ജീവിതം അടിച്ച് പൊളിക്കാനുള്ളതല്ല, പൊളിച്ച് തകർക്കാനുള്ളതല്ല. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അധികാരത്തിന്റെ കടിഞ്ഞാണുകൾ മുഴുവനും പടച്ചവന്റെ കയ്യിലാണ്. 1000 ഓമന സ്വപ്നങ്ങളോടെ മാനത്ത് നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ പറന്നിറങ്ങിയിട്ട് ഓടി വീട്ടിലേക്ക് ചെന്ന് പെങ്ങളുടെ മംഗല്യത്തിന് സാക്ഷ്യം വഹിക്കാമെന്ന് വിചാരിച്ച് മംഗലാപുരത്തെ ഫ്ലൈറ്റ് ഇറങ്ങാൻ ആശിക്കുന്ന നിമിഷങ്ങൾ ആവഹിച്ചെടുത്തിട്ട് അഗ്നിഗോളങ്ങളായി മാറിയത് കണ്ടില്ലേ ഉമ്മമാരെ? എത്ര യൗവനങ്ങളാണ് എരിഞ്ഞടങ്ങിയത്, എത്ര കൗമാരങ്ങളാണ് ഞെരിഞ്ഞമർന്നത്, എത്ര ബാല്യങ്ങളാണ് ശാമ്പലായത്, എത്ര സ്വപ്നങ്ങളാണ് തകർന്നു പോയത്, എത്ര ഭവനങ്ങളാണ് അനാഥമായത്, എത്ര കുടുംബങ്ങളാണ് തുടച്ചു നീക്കപ്പെട്ടത്, എത്ര പ്രതിഭാസങ്ങളെയാണ് മാറ്റിയെഴുതിയത്, എത്ര സിംഹാസനങ്ങളെയാണ് ചലിപ്പിച്ചത്. അപ്പോഴാലോചിക്കണം, ഇതെല്ലാം അല്ലാഹുവിന്റെ വിധിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഈ ജീവിതം പന്താടാനും കളിയാടാനുമുള്ളതല്ല മോളെ. നിന്റെ കോമളമായ മേനി പ്രദർശനത്തിനുള്ളതല്ല. പെങ്ങളെ, നിന്റെ സൗന്ദര്യം ഇവിടെ ആറാടാനുള്ളതല്ല. യുവാവേ, നിന്റെ പണം ഇവിടെ അടിച്ചു പൊളിക്കാനുള്ളതല്ല. പിതാവേ, നിന്റെ പ്രൗഢി ഇവിടെ ഗാംഭീര്യം നടിക്കാനുള്ളതല്ല. രക്ഷിതാവേ, നിന്റെ ആഠ്യത്വങ്ങൾ ഇവിടെ ആടിത്തിമർക്കാനുള്ളതല്ല. മാതാവേ, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവിടത്തെ കൊട്ടാരമാകാൻ പാടില്ല. കാരണം ഇത് താൽക്കാലികമായ ജീവിതമോൾ. ഹ്യൂമൻ തിങ്സ് ആർ സബ്ജക്ട് ടു ഡിക്കേ. എല്ലാം അസ്തമാനത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളാണ്. അതുകൊണ്ട് ഇവിടത്തതെല്ലാം താൽക്കാലികമാണ്. ഇവിടത്തതെല്ലാം നിതാന്തമല്ല. ഇവിടെയെല്ലാം അവസാനിക്കുന്നതാണ്. എന്തിനാണ് ഈ ജീവൽ മരണങ്ങളെ അല്ലാഹു നൽകിയത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് സൽപ്രവർത്തി ചെയ്തതെന്ന് പരീക്ഷിക്കാനുള്ളതാണ്. പരീക്ഷണങ്ങളുടെ ലോകമാണിത്.